മഴത്തോരു മുൻപേ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ബലാത്സംഗ കേസിൽ കുടുങ്ങിക്കിടക്കുന്ന ഹരിക്കു വേണ്ടി റെക്കമെൻഡേഷനുമായി അലീനയുടെ മുൻപിലേക്ക് മനുശങ്കർ തന്നെ എത്തി. മനു തന്റെ സഹോദരന് വേണ്ടി വക്കാലത്ത് പറയുന്നത് കേട്ടപ്പോൾ അലീനയ്ക്ക് ആദ്യം അത്ഭുതമാണ് തോന്നിയത്. പക്ഷേ അല്പനിമിഷത്തിനുള്ളിൽ അവൾ വളരെ കൃത്യമായി അവളുടെ നയം വ്യക്തമാക്കി. മനു എന്നല്ല, ഈ ഭൂമിയിൽ ആർക്കും അനാവശ്യമായി തന്നെ സ്വാധീനിക്കുവാൻ കഴിയില്ല എന്നുള്ള സന്ദേശം ഒരിക്കൽ കൂടി മനുവിന്റെ മുഖത്ത് നോക്കി അലീന പറഞ്ഞു. മനുശങ്കർ ആകെ എളുഭ്യനായിപ്പോയി. മനു താടിക്ക് കൈയും കൊടുത്ത് രോഹിത്തിന്റെ ബെഡിലിരിക്കുകയാണ്. രോഹിത് മേശമേൽ ചാരി നിൽക്കുന്നു. അലീനയുടെ അടുത്ത് അങ്ങനെയൊന്നും ചോദിക്കണ്ടായിരുന്നു അല്ലേടാ, നാണക്കേടായിപ്പോയി. അത് പറയുമ്പോൾ മനുശങ്കറിന്റെ മുഖത്ത് വല്ലാത്തൊരു ജാള്യതയുണ്ടായിരുന്നു. അപ്പോൾ രോഹിത് മനുവിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പറയുകയാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അലീന ചേച്ചിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ലെന്ന്. എടാ, അത് പിന്നെ അച്ഛൻ അത്രയ്ക്ക് നിർബന്ധിച്ചതുകൊണ്ടാ. പിന്നെ വേറൊരവസരത്തിൽ അച്ഛൻ്റെ സപ്പോർട്ട് എനിക്കും വേണ്ടി വരുമല്ലോ. പിന്നെ ഹരിയുടെ ഭാവിയെക്കുറിച്ചും ഞാൻ ഓർത്തുപോയി. മനുവേട്ടൻ അങ്ങനെ പറഞ്ഞു നിൽക്കാം, അച്ഛൻ നിർബന്ധിച്ചിട്ടാണെന്ന്. ഞാനോ, എനിക്കപ്പോഴേ അറിയായിരുന്നു ഇത് ചളവാകുമെന്ന്. രോഹിത്തിന് ആരോടൊക്കെയോ ദേഷ്യവും സങ്കടവും തോന്നി. അലീനയുടെ മുമ്പിൽ ചെറുതാകുന്നത് അവൻ ആലോചിക്കാൻ പോലും വയ്യ. അപ്പോൾ മനുശങ്കർ പറയുകയാണ്, ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് പറഞ്ഞിട്ട് മനു കോണിപ്പടി ഇറങ്ങി താഴേക്ക് പോയി. അലീന ഊണുമേശയിൽ അന്നത്തെ പത്രം വിടർത്തി വെച്ച് വായിക്കുകയായിരുന്നു. മനുശങ്കർ വിളിച്ചു, അലീന. അവൾ മുഖം ഉയർത്തി നോക്കി. ഭയങ്കര ബോറായിപ്പോയി അല്ലേ? അവൻ ഇച്ഛാഭംഗത്തോടെയാണത് ചോദിച്ചത്. ആര് പറഞ്ഞു ബോറായിപ്പോയെന്ന്? അല്ല, ഞാനിങ്ങനെ റെക്കമെൻഡുമായിട്ട് വേണ്ടായിരുന്നു. ഹരിക്ക് വേണ്ടി ആയതുകൊണ്ടാ. പിന്നെ അച്ഛൻ്റെ നിർബന്ധവും. സോറി. എന്തിനാ മനുവേട്ടാ സോറി പറയുന്നേ? മനുവേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അച്ഛൻ മനുവേട്ടനെ നിർബന്ധിച്ചതിലും തെറ്റില്ല. മകന് വേണ്ടി ഒരച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യും. മനുവേട്ടൻ ഹരിക്ക് വേണ്ടി ശുപാർശ പറഞ്ഞതും തെറ്റല്ല. സ്വന്തം അനുജന്റെ ഭാവി ഓർത്തിട്ടല്ലേ. ഞാൻ വിചാരിച്ചു നിനക്കെന്നോട് പിണക്കമായി കാണുമെന്ന്. മനുവേട്ടൻ്റെ കാര്യം പറഞ്ഞു, ഞാൻ എൻ്റെ കാഴ്ചപ്പാടും പറഞ്ഞു. അതിന് പിണങ്ങേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ മനുവേട്ടൻ്റെ അനുജന്റെ കാര്യത്തിന് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും പ്രതീക്ഷിക്കരുത്. ഒരബദ്ധം പറ്റിയൊന്നും അല്ല ഹരിക്ക്. ഞാൻ ആദ്യം കൊല്ലപ്പള്ളിയിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് എങ്ങനെയാ പെരുമാറിയതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇവിടെ വന്ന ശേഷവും അവൻ പല വിധത്തിൽ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവനാണ്. അതൊക്കെ ശരിയാണ് അലീന, ഞാനതൊക്കെ സമ്മതിക്കുന്നു. മനുവേട്ടാ, ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിക്കാമെന്നും ജീവനെ പോലെ സ്നേഹിക്കാമെന്നും ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ബന്ധുക്കളെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് ആൾ താമസമില്ലാത്ത വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒടുവിൽ കൂട്ടുകാർക്ക് കാഴ്ചവെക്കുന്നവനെ ശിക്ഷിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ പോലീസും കോടതിയും ജയിലുമൊക്കെ? അങ്ങനത്തവനെ വെറുതെ വിടാമെന്നുണ്ടെങ്കിൽ ഓരോ പെൺവാണിഭ കേസിൽ പെട്ടെന്നുള്ള പ്രലോഭനത്തിൽപ്പെട്ട് കുടുങ്ങിപ്പോയവരെ പട്ടും വളയുമൊക്കെ നൽകി ആദരിക്കേണ്ടി വരുമല്ലോ. മനുശങ്കർ മിണ്ടാതെ കേട്ടുകൊണ്ട് നിന്നു. ഈ സമയത്ത് രോഹിത് കോണിപ്പടി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ചെറിയ കുറ്റങ്ങളൊക്കെ ക്ഷമിക്കാം മനുവേട്ടാ. ഞാൻ മനുവേട്ടൻ്റെ അനുജനോട് പലതവണ ക്ഷമിച്ചിട്ടുണ്ട്. നാരങ്ങ ജ്യൂസിൽ മയക്കുമരുന്ന് ചേർത്ത് തന്നിട്ട് എന്നെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചവനാ. അതും ഞാൻ ക്ഷമിച്ചു. ഒരു മനംമാറ്റം ഉണ്ടാകട്ടെ എന്ന് കരുതിയ. അന്ന് ഞാൻ ക്ഷമിക്കാതിരുന്നിരുന്നുവെങ്കിൽ അടുത്ത സംഭവം നടക്കില്ലായിരുന്നു. ശരണ്യ ഒരു കേടും കൂടാതെ നടന്നേനെ. മനുവേട്ടൻ വിഷമിക്കണ്ട, എനിക്ക് ഒരനിഷ്ടവും തോന്നിയിട്ടില്ല. തുടർന്ന് അവൾ രോഹിത്തിന്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പറയുകയാണ്, പക്ഷേ മോനെ, നീ ഇതിന് കൂട്ടുനിൽക്കരുതായിരുന്നു. രോഹിത് വല്ലാതെയായിപ്പോയി. അവൻ പറയുകയാണ്, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ചേച്ചി. എടാ, നീ നിന്റെ അമ്മാവൻ്റെയും മനുവേട്ടൻ്റെയും മുഖത്ത് നോക്കി പറയണമായിരുന്നു ഒരു ശുപാർശയ്ക്ക് നിന്നെ കൂട്ടുപിടിക്കരുതെന്ന്. ഞാൻ പറഞ്ഞതാ ചേച്ചി. ഇക്കാര്യത്തിൽ ഒരു റെക്കമെൻഡേഷനും ഞാൻ ചേച്ചി എടുക്കൽ പോവില്ല എന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണ്. കർശനമായിട്ട് നീ പറഞ്ഞില്ല. ഹരിയെ സഹായിക്കാൻ അരമനസ്സോടെയാണ് നീ വന്നത്. അലീന ചേച്ചി സമ്മതിച്ചാൽ ഹരിക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുക്കാം. അങ്ങനെയായിരുന്നല്ലോ നിന്റെ കണക്കുകൂട്ടൽ. രോഹിത്തിന്റെ മുഖം താണു. രോഹിത്തെ, ഹരി അവളെ ഉപദ്രവിക്കുന്നത് കണ്ടില്ല എന്ന് നീ പറഞ്ഞാൽ പിന്നെ ആര് പറയും കണ്ടുവെന്ന്? ഹരിയോടൊപ്പം ആ പെണ്ണിനെ ഉപദ്രവിച്ചവർ പറയുമോ? ആ മുറിയിലുണ്ടായിരുന്ന എലിയും പാറ്റയും പറയുമോ? നീ തകർന്നു പോകുമായിരുന്ന ഒരവസരത്തിൽ നിന്നെ രക്ഷിച്ചവളല്ലേ അവൾ. ജീവിതകാലം മുഴുവനും നിനക്ക് അവളോടല്ലേ നന്ദി വേണ്ടത്? പെട്ടെന്ന് ഇടയ്ക്ക് കയറി മനുശങ്കർ പറയുകയാണ്, അലീന, നീ അവനെ അങ്ങനെ വഴക്ക് പറയണ്ട. ഞാനും അച്ഛനും കൂടി ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് അവൻ. സംഭവിച്ചതൊക്കെ പോട്ടെ, പക്ഷെ ഇനി അങ്ങനെ കാലുമാറുവാൻ ആലോചിക്കുക പോലും ചെയ്യരുത്. രോഹിത്തിന്റെ കണ്ണുകളിൽ വലിയ രണ്ട് നീർക്കുമിളകൾ പൊന്തി. അലീന ആശ്വാസവാക്കു പറഞ്ഞിട്ടും അവന്റെ മനസ്സിൽ സങ്കടം ബാക്കി നിന്നു. ഹരിക്ക് അനുകൂലമായി സാക്ഷി പറയാമെന്ന് അവന്റെ മൂകസമ്മതം അലീന കണ്ടുപിടിച്ചല്ലോ എന്നോർത്തതിലുള്ള ജാള്യത കൂടെയുണ്ട്. മനുശങ്കർ പിന്നീട് വരാമെന്ന് പറഞ്ഞ് കൊല്ലപ്പള്ളിയിലേക്ക് തിരിച്ചുപോയി. വൈകുന്നേരം അലീന ഡ്രസ്സ് അയൺ ചെയ്തുകൊണ്ടിരിക്കെ രോഹിത് അടുത്ത് ചെന്നു. എന്നിട്ട് പറയുകയാണ്, അലീന ചേച്ചി, സോറി. അവരെത്രയൊക്കെ നിർബന്ധിച്ചാലും ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുതായിരുന്നു. സാരമില്ലടാ. ചേച്ചിക്ക് എന്നോട് ദേഷ്യമില്ലേ? ഇല്ലടാ. അവൾ വാത്സല്യത്തോടെ അവൻ്റെ ഷർട്ടിൻ്റെ കോളർ പിടിച്ച് നേരെയാക്കി വെച്ചുകൊണ്ട് പറയുകയാണ്, മറ്റുള്ളവർ നമ്മളെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ മിനിമം ശ്രദ്ധിക്കണം. ഒന്ന്, അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുമോ?
2, നമ്മുടെ സൽപ്പേരും സൽസ്വഭാവവും ചീത്തയാവാൻ ഇടവരരുത്. രോഹിത് തലയാട്ടി. അവന് തൃപ്തിയായി കഴിഞ്ഞിരുന്നു. ഞായറാഴ്ച വൈകുന്നേരം രോഹിത് മനുശങ്കർക്കൊപ്പം ബാംഗ്ലൂരിലേക്ക് മടങ്ങിപ്പോയി. തിങ്കളാഴ്ച ബാലചന്ദ്രമേനോൻ ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞ ശേഷം 11:30 മണിയോടെ പോസ്റ്റ്മാൻ വന്ന് ഒരു രജിസ്റ്റേർഡ് നോട്ടീസ് ഉണ്ടെന്ന് അലീനയോട് പറഞ്ഞു. അലീന അപ്പോൾ പോസ്റ്റ്മാനോട് ചോദിച്ചു, ഞാൻ ഒപ്പിട്ടാ മതിയോ? പോരാ, ബാലചന്ദ്രമേനോൻ എന്നയാൾ തന്നെ ഒപ്പിട്ട് വാങ്ങണം. ഇന്ന് ആളില്ലെങ്കിൽ ഞാൻ നാളെ കൊണ്ടുവരാം. ഞായറാഴ്ചയല്ലാതെ മറ്റൊരു ദിവസവും ഈ സമയത്ത് ഇവിടെ ആൾ കാണില്ല. എങ്കിൽ പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് ഒപ്പിട്ട് വാങ്ങിയാലും മതി. വക്കീൽ നോട്ടീസ് ആണെന്ന് പറയണം. ശരി. പോസ്റ്റ്മാൻ പോയി കഴിഞ്ഞ ഉടൻ തന്നെ ബാലചന്ദ്രമേനോനെ അലീന ഫോണിൽ വിളിച്ചു. രജിസ്റ്റേർഡ് നോട്ടീസിന്റെ കാര്യം പറഞ്ഞു. ബാലചന്ദ്രമേനോൻ അത് പോസ്റ്റ് ഓഫീസിൽ പോയി വാങ്ങിക്കൊള്ളാമെന്ന് ഏറ്റു. രാത്രിയിൽ ബാലചന്ദ്രമേനോൻ വീട്ടിൽ വന്നപ്പോൾ അലീന വക്കീൽ നോട്ടീസിനെ പറ്റി തിരക്കി. അച്ഛൻ അത് വാങ്ങിച്ചായിരുന്നോ? വാങ്ങിച്ചു. എന്തായിരുന്നു അച്ഛാ അത്? ഉടനെ ബാലചന്ദ്രമേനോൻ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ചോദിക്കുകയാണ്. എനിക്ക് പല മെയിലും വരും. അതെന്തൊക്കെയാണെന്ന് നീ എന്തിനറിയുന്നത്? നിനക്കത് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാ മെയിലിൻ്റെയും കാര്യം എനിക്കറിയണ്ട. പക്ഷെ ഇതൊരെണ്ണം മാത്രം എനിക്ക് സംശയമുള്ളത് കൊണ്ടാ. എന്ത് സംശയം? അത് ഒരു ഡിവോഴ്സ് നോട്ടീസ് ആണോ എന്നൊരു സംശയം. അതെന്താ അങ്ങനെ ഒരു സംശയം തോന്നാൻ? പോസ്റ്റ്മാൻ എൻവലപ്പ് എന്നെ കാണിച്ചിരുന്നു. എവിടുന്നാ അയച്ചിരിക്കുന്നതെന്നും കണ്ടു. വക്കീലിന്റെ പേര്, സ്ഥലം. ഇനി ഒളിച്ചു വെച്ചിട്ട് ഫലമില്ല എന്ന് ബാലചന്ദ്രമേനോന് മനസ്സിലായി. അയാൾ പറയുകയാണ്, ഡിവോഴ്സിനുള്ള നോട്ടീസാ ജയന്തി അയപ്പിച്ചത്. അലീനയുടെ മുഖം വിവരണമായി. അവൾ ആശങ്കപ്പെട്ടത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അച്ഛാ, കേസ് കോടതിയിലെത്തിയിട്ടില്ലല്ലോ. വക്കീൽ നോട്ടീസല്ലേ ആയിട്ടുള്ളൂ. അവൾ വക്കാലത്ത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അച്ഛൻ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? കേസ് വരട്ടെ, നോക്കാം. കേസ് ഉണ്ടാവാതെ നോക്കാൻ വഴിയൊന്നുമില്ലേ അച്ഛാ? അത് ജയന്തിയല്ലേ നോക്കേണ്ടത്, ഞാനല്ലല്ലോ കേസ് കൊടുത്തത്. അച്ഛൻ്റെ നിലപാടെന്താ? എൻ്റെ എതിർകക്ഷിയുടെ നിലപാടിന് നേരെ വിരുദ്ധമായിരിക്കും എൻ്റെ നിലപാട്. അതങ്ങനെ തന്നെ വേണമല്ലോ. അവൾ വിവാഹമോചനം വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട, വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേണം. കോടതിയും വിസ്താരവും ഒക്കെ ഒഴിവാക്കാൻ പറ്റില്ലേ അച്ഛാ? ജയന്തിക്ക് പറ്റും. അച്ഛാ, ഞാനിവിടെ വന്നതാണല്ലോ വീണ്ടും പ്രശ്നമായത്. ഞാനങ്ങ് പോയിക്കൊള്ളാം. നീ പോയാലും ഈ കേസ് മുൻപോട്ട് തന്നെ പോകും. ഞാൻ പോയി കഴിയുമ്പം അമ്മ കേസ് പിൻവലിച്ചില്ലെങ്കിലോ? പിൻവലിച്ചാൽ കേസ് തീർന്നു. പക്ഷെ അവൾ പിൻവലിക്കില്ല. കാരണം അങ്ങനെ ഒരു സാധ്യത ഈ വക്കീൽ നോട്ടീസിലില്ല. അതായത് തീർപ്പിനുള്ള ഒരു ഡിമാൻഡും വെച്ചിട്ടില്ല. ഞാൻ ദുർനടപ്പുകാരനായതുകൊണ്ടും പല സ്ത്രീകളുമായി അവിഹിത ബന്ധമുള്ളതുകൊണ്ടും ഇപ്പോൾ അത്തരമൊരു സ്ത്രീയെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നതുകൊണ്ടും അവിശ്വസ്തനും സ്നേഹശൂന്യനും ക്രൂരനും ദുഷ്ടനുമായ ഭർത്താവിനൊപ്പം ഇനി ജീവിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ടും എന്നൊക്കെയാണ് വക്കീൽ നോട്ടീസിൽ എഴുതി വച്ചിരിക്കുന്നത്. വിവാഹമോചനത്തിൽ കുറഞ്ഞ യാതൊരുവിധ ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്ന് വ്യക്തം. എന്നാലും ഞാനിവിടെ നിന്ന് പോകുന്നത് തന്നെയാണ് നല്ലത്, അല്ലേ? പോകരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊരു പരിഹാരമല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാനായിരിക്കുമല്ലോ അച്ഛനും അമ്മയ്ക്കും കോടതിയിൽ അവതരിപ്പിക്കുവാനുള്ള ഏറ്റവും വലിയ തെളിവ്. അമ്മയ്ക്ക് അച്ഛൻ്റെ ദുർനടപ്പ് തെളിയിക്കുവാനുള്ള ഒന്നാം സാക്ഷി. അച്ഛന് അമ്മയുടെ അവിശ്വസ്തത കോടതിയെ ബോധ്യപ്പെടുത്തുവാനുള്ള ആദ്യത്തെയും അവസാനത്തെയും തെളിവ്. മോളെ, ഞാൻ നിന്റെ പേര് പോലും കോടതിയിൽ പരാമർശിക്കില്ല അവസാന നിമിഷം വരെ. പക്ഷെ ജയന്തി നിന്റെ പേര് പറഞ്ഞ് നിന്നെ മൂന്നാം കിട അഭിസാരികയാക്കി കേസ് വാദിച്ചെന്നിരിക്കും. അത് എൻ്റെ കുറ്റമല്ല. അച്ഛാ, അമ്മ അങ്ങനെ വാദിക്കുമ്പോൾ അച്ഛനൊരു മറുപടി പറയേണ്ടി വരില്ലേ? അച്ഛൻ്റെ മേലെ ആരോപിക്കപ്പെട്ട കുറ്റം ചെയ്തിട്ടില്ല എന്നെങ്കിലും പറയേണ്ടി വരില്ലേ? അപ്പോൾ ഞാൻ ആരാണ് എന്നുള്ള ചോദ്യവും വരുമല്ലോ. അത് വരണം. ആ ചോദ്യമാണ് ഞാൻ പറഞ്ഞ അവസാനത്തെ നിമിഷം. ബാലചന്ദ്രമേനോന്റെ മുഖത്ത് ഒരു ഉന്മാദ ഭാവം ദൃശ്യമായി. പിന്നെയും അയാൾ പറയുകയാണ്, കോടതി മുറിയും അതിനുള്ളിൽ ഞാനും ജയന്തിയും വക്കീലന്മാരും ജഡ്ജിയും ഇതൊക്കെ കുറെ കാലമായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. അവിടെ എത്രയോ തവണ ഈ കേസിന്റെ റിഹേഴ്സൽ നടന്നു കഴിഞ്ഞു. ആളുകളൊക്കെ കോടതി മുറിയിൽ ആകാംക്ഷയിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ജയന്തിയുടെ അഡ്വക്കേറ്റ് എൻ്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ചോദിക്കും, ഈ നിൽക്കുന്ന നിങ്ങളുടെ ഭാര്യയായ വൈജയന്തിയോട് നിങ്ങൾ എപ്പോഴെങ്കിലും അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടോ എന്ന്. എനിക്ക് വക്കീലൊന്നുമില്ല. എൻ്റെ ഭാഗം ഞാൻ തന്നെയാണ് വാദിക്കുന്നത്. ഞാൻ പറയും, ഇല്ല, ഞാൻ അവിശ്വസ്തത കാണിച്ചിട്ടില്ല. ഉടൻ ജയന്തിയുടെ വക്കീൽ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭാര്യയുടെയും മക്കളുടെയും എതിർപ്പിനെ വകവയ്ക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിൽ വിളിച്ചുകൊണ്ട് താമസിപ്പിച്ചിരിക്കുന്ന അലീന എന്ന സ്ത്രീയുമായി എന്താണ് നിങ്ങൾക്കുള്ള ബന്ധം? അച്ഛനും മകനും പോലെയുള്ള ബന്ധം എന്ന് ഞാൻ മറുപടി പറയും. നിങ്ങളുടെ മകളല്ലല്ലോ? അല്ല. അപ്പോൾ വക്കീൽ വീണ്ടും ചോദിക്കും, അനാഥയും അന്യയുമായ ഒരു പെണ്ണിനെ ഭാര്യയുടെയും മക്കളുടെയും എതിർപ്പിനെ മറികടന്ന് വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ പിൻപിൽ ചില ദുരുദ്വേഷങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റുമോ? ഞാൻ ശക്തിയുക്തം അതിനെ നിഷേധിക്കും. നിങ്ങൾ അവളെ ഏതെങ്കിലും വിധത്തിൽ ചൂഷണം ചെയ്തിട്ടില്ലേ? ഇല്ല സർ. അലീന ബാലചന്ദ്രമേനോനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇത് വീടാണെന്നും അച്ഛൻ്റെ ബെഡ്റൂമാണെന്നും അച്ഛൻ മറന്നുപോയിരിക്കുന്നു. അച്ഛൻ ഇപ്പോൾ കോടതി മുറിയിലാണ്. വക്കീലന്മാരുടെയും സാക്ഷികളുടെയും എതിർ കക്ഷികളുടെയും മുൻപിൽ നിന്നുകൊണ്ട് വാദിക്കുകയാണ്. താനാണ് ജഡ്ജിയുടെ സ്ഥാനത്ത്.
ഓരോ പോയിന്റ് പറയുമ്പോഴും തന്റെ മുഖത്തേക്കാണ് നോട്ടം. വീട്ടുജോലിക്കാരിയായ ഒരു പെണ്ണിനെ വീട്ടിൽ താമസിപ്പിച്ചുകൊണ്ട് ഭാര്യയെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട നടപടി ദുരുപദിഷ്ടമാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? സർ, ഞാൻ ഭാര്യയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടില്ല. അവൾ താനെ ഇറങ്ങിപ്പോയതാണ്. വീട്ടുജോലിക്കാരിയെ പറഞ്ഞയച്ചില്ല എങ്കിൽ ഭാര്യ വീട് വിട്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ വീട്ടുവേലക്കാരിയെ പറഞ്ഞയക്കാതെ പകരം ഭാര്യയ്ക്ക് വീട് വിട്ടുപോകുവാനുള്ള സാഹചര്യവും പരോക്ഷമായ പ്രേരണയും കൊടുത്തത് നിങ്ങളാണ്. ശരിയല്ലേ? അത് വളരെ ശരിയാണ്. അങ്ങനെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് വീട്ടുജോലിക്കാരിയെ കൂടെ നിർത്തുവാൻ അവൾ നിങ്ങളുടെ ആരാണെന്നാണ് ചോദ്യം. ഭാര്യയല്ല, മകളല്ല, രണ്ടാം ഭാര്യയോ വെപ്പാട്ടിയോ കാമുകിയോ അല്ല. പിന്നെ അവൾ ആരാണ്? ബാലചന്ദ്രമേനോൻ അലീനയുടെ നേർക്ക് തിരിഞ്ഞു. എന്നിട്ട് പറയുകയാ, വലിയൊരു ചോദ്യം ചോദിച്ചിട്ട് വക്കീൽ അങ്ങനെ ഞെളഞ്ഞു നിൽക്കുകയാണ്. ജഡ്ജി എന്നെ നോക്കുന്നുണ്ട്. ജയന്തി തൊട്ടപ്പുറത്ത് ലോകം മുഴുവൻ കാൽ കീഴിൽ ചവിട്ടി അമർത്തി പിടിച്ചിരിക്കുന്ന മട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഉത്തരം പറയും. സർ, ആ നിൽക്കുന്ന അലീന എൻ്റെ എതിർകക്ഷിയായ കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിൽ വൈജയന്തിയുടെ മകളാണ്. പെട്ടെന്ന് അലീനയ്ക്കൊരു ഉൾക്കിടിലമുണ്ടായി. താനും കോടതി മുറിക്കുള്ളിലാണെന്ന് ഒരു നിമിഷം അവൾക്ക് തോന്നിപ്പോയി. ഉന്മാദം കലർന്ന ഒരു ചിരിയോടെ ബാലചന്ദ്രമേനോൻ വീണ്ടും പറയുകയാണ്. പിൻഡ്രോപ്പ് സൈലന്റ് ആണ് കോടതിയുടെ ഹാളിൽ. ജയന്തിയുടെ വക്കീൽ മലച്ചു നിൽക്കുന്നു. ജഡ്ജിയും മറ്റാൾക്കാരും സ്തംഭിച്ചിരിക്കുന്നു. കേസിൽ ഒരു മലക്കം മറിച്ചിൽ നടന്നിരിക്കുന്നു. ജയന്തിക്ക് പക്ഷേ അത്ര കൂസലില്ല. ഒരന്താളിപ്പ് മാത്രമേ ഉള്ളൂ. അവളെ തോൽപ്പിക്കാൻ ഞാനൊരു കള്ളക്കഥ കെട്ടിച്ചമച്ചിരിക്കുകയാണെന്നാണ് അവളുടെ വിചാരം. അവൾ പ്രസവിച്ച ഒരു മകൾ ജീവനോടുണ്ടെന്ന് അവൾക്കറിയില്ലല്ലോ. ബാലേന്ദ്രമേനോൻ വിജയഹർഷമൂറി വരുന്ന ചിരിയോടുകൂടി പറയുകയാണ്. ഇപ്പോൾ ജയന്തിയുടെ അഡ്വക്കേറ്റ് ഒന്നനങ്ങി. അവർ വീണ്ടും കേസിലേക്ക് വരികയാണ്. അവർ പറയുന്നു, അഭിമാനത്തോടും അന്തസ്സോടും കൂടി ജീവിച്ചു വരുന്ന, സമൂഹത്തിലും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും ആദരണീയായി എൻ്റെ കക്ഷിയെ കരിവാരി തേച്ച് കാണിക്കുവാൻ എതിർ കക്ഷി നടത്തുന്ന ദുരാരോപണമാണ് യുവർ ഓണർ ഇത്. എൻ്റെ കക്ഷിക്ക് 3 മക്കളേ ഉള്ളൂ. അവരിൽ മൂത്തയാൾ രോഹിത് എന്ന ആൺകുട്ടിയും മറ്റ് 2 പേർ ബബിത, കൃഷ്ണജ എന്നീ പേരിലുള്ള പെൺകുട്ടികളുമാണ്. മാത്രമല്ല, അലീന എന്ന യുവതിക്ക് 24 വയസ്സ് പ്രായമുള്ളതായി കേസ് രേഖകളിൽ പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് 22 വർഷം മുമ്പ് മാത്രം വിവാഹിതയായ എൻ്റെ കക്ഷിക്ക് 24 വയസ്സുള്ള മകളുണ്ടായി എന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റത്തെ അസംബന്ധവും ധിക്കാരവും കോടതിയോടും എൻ്റെ കക്ഷിയോടുമുള്ള അവഹേളനം കൂടിയാണ്. ഉടനെ ബാലചന്ദ്രമേനോൻ ഒന്ന് കൈ ഉയർത്തി കാണിച്ചിട്ട് പറയുകയാണ്, ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റൈൻഡ്. യുവർ ഓണർ, വിവാഹം പുരുഷനും സ്ത്രീക്കും ഒന്നിച്ച് ജീവിക്കുവാനുള്ള ഒരു ഉടമ്പടിയും സാമൂഹികമായ ഒരു ചടങ്ങ് മാത്രമാണ്. വിവാഹം കഴിക്കാതെയും സ്ത്രീക്കും പുരുഷനും കുട്ടികളുണ്ടാവാം. അത് അലംഘനീയമായ പ്രകൃതി നിയമമാണ്. 22 വർഷങ്ങൾക്ക് മുമ്പ് വിവാഹിതയായ ഒരു സ്ത്രീക്ക് 24 വയസ്സുള്ള ഒരു മകൾ ഉണ്ടാകാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. ബാലചന്ദ്രമേനോൻ അലീനയുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അത് ജയന്തിയുടെ വക്കീലാണ്. ഒബ്ജക്ഷൻ സസ്റ്റൈൻഡ്. യുവർ ഓണർ, എൻ്റെ കക്ഷിയെ കരുതിക്കൂട്ടി അപമാനിക്കുവാനുള്ള ശ്രമം നടത്തുകയാണ് എതിർകക്ഷി. 22 വർഷം മുമ്പ് വിവാഹിതയായ എൻ്റെ കക്ഷിക്ക് 24 വയസ്സായ മകളുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ അർത്ഥം വിവാഹത്തിന് മുൻപ് എൻ്റെ കക്ഷി സദാചാര വിരുദ്ധമായ ജീവിതം നയിച്ചു എന്നാണ്. ഇത്തരത്തിലുള്ള വ്യക്തിഹത്യക്കെതിരെ ശക്തമായ താക്കീത് നൽകണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിക്കുകയാണ്. കോടതി, നിങ്ങളുടെ ഈ ആരോപണം ഈ കേസിനുള്ള ശക്തമായ തെളിവല്ലെങ്കിൽ അത് പിൻവലിക്കണമെന്ന് ഈ കോടതി നിർദ്ദേശിക്കുന്നു. അപ്പോൾ ബാലചന്ദ്രമേനോൻ വർദ്ധിത വീര്യത്തോടുകൂടി പറയുകയാണ്, അലീന, കോടതി എനിക്കൊരു ചാൻസ് തന്നിരിക്കുകയാണ്. ഞാൻ ജയന്തിയെ നോക്കുമ്പോൾ അവൾക്ക് പതർച്ചയൊന്നുമില്ല. ഞാനെന്തോ തർക്കുത്തരം പറഞ്ഞതാണെന്നാണ് അവളുടെ ധാരണ. ഞാൻ ഉടനെ കോടതിയോട് പറയുന്നു, എനിക്കിത് തെളിയിക്കുവാൻ കഴിയും ബഹുമാനപ്പെട്ട കോടതി. യെസ്, പ്രൊസീഡ്. ഞാൻ വൈജയന്തിയുടെ നേർക്ക് ഒന്നുകൂടി നോക്കി. അവൾക്ക് ചെറിയൊരു ഇടർച്ചയുണ്ടോ? 22 വർഷക്കാലം രഹസ്യം പൂഴ്ത്തിവെച്ചവളാണ്. മനസ്സു മറയ്ക്കുവാൻ ഇരുമ്പ് മറയിട്ടവൾ. എൻ്റെ ചോദ്യം അവളോടാണ്. 25 വർഷം മുമ്പ് ആഗ്ര കന്റോൺമെന്റിൽ ജോലി ചെയ്തിരുന്ന ഗംഗാധര മേനോൻ എന്ന ജ്യേഷ്ഠ സഹോദരനൊപ്പം ആഗ്രയിൽ പോയി നിങ്ങൾ 2 വർഷം താമസിച്ചിട്ടുണ്ടോ? വൈജയന്തിയോടാണ് എൻ്റെ ചോദ്യം. പെട്ടെന്ന് അവളുടെ കണ്ണിൽ ഒരു സംശയം പിടയുന്നുണ്ട്. എന്നാലും അവൾ ധൈര്യസമേതം മറുപടി പറയുന്നു, ഉവ്. അവിടെ താമസിച്ചിരുന്ന കാലത്ത് മിലിറ്ററിയിൽ ഓഫീസറായിരുന്ന സ്റ്റാൻലി ജോസഫ് എന്ന പുനലൂർ സ്വദേശിയുമായി നിങ്ങൾ സ്നേഹത്തിലായിരുന്നോ? ഈ ചോദ്യം അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ അലീന. ഒരു നടുക്കം അവളുടെ മുഖത്തുണ്ടായിട്ടുണ്ട്. അവൾ പാദമൊന്ന് ഇളക്കി ചവിട്ടുന്നു, ഉമിനീരിറക്കുന്നു. മീൻ ചൂണ്ടയിൽ കൊത്തിക്കഴിഞ്ഞു. അതിൻ്റെ പിടച്ചിൽ അവളുടെ കണ്ണിൽ കാണാം. അപ്പോൾ ഞാൻ ഒരാണിയും കൂടി അങ്ങോട്ടടിച്ചു. ഞാൻ പറഞ്ഞു, കള്ളം പറയരുത് മിസ്സിസ് വൈജയന്തി. സ്റ്റാൻലി ജോസഫ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവൾ കണ്ണട ഒന്നുകൂടി ഉറപ്പിച്ചു വെച്ചു. എന്നിട്ട് പറയുന്നു, ശരിയാണ്, അങ്ങനെ ഒരാളുമായി ഞാൻ ഇഷ്ടത്തിലായിരുന്നു. അലീന, അവളുടെ വക്കീലുണ്ടല്ലോ, ഇത്തിരി കുഴപ്പത്തിലായ മട്ടിൽ നിൽക്കുകയാണ്. അവരെന്നെയും വൈജയന്തിയും മാറി മാറി നോക്കുന്നുണ്ട്. അപ്പോഴാണ് എൻ്റെ അടുത്ത ചോദ്യം. നിങ്ങളുടെ ജ്യേഷ്ഠൻ കുടുംബസമേതം ഡൽഹിയിലെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മാറ്റം കിട്ടിപ്പോയ അവസരത്തിൽ
നിങ്ങൾ സ്റ്റാൻലി ജോസഫിനൊപ്പം ആഗ്രയിൽ നിന്നും 8 കിലോമീറ്റർ അകലെ ഒരു വാടക വീട്ടിൽ ഒന്നിച്ച് താമസിച്ചിട്ടില്ലേ മിസ്സിസ് വൈജയന്തി ബാലചന്ദ്രൻ? എല്ലാവരുടെയും നോട്ടം വൈജയന്തിയുടെ മുഖത്തേക്കാണ്. അവളുടെ വക്കീല് പോലും ആയുധമെല്ലാം കൈവിട്ടുപോയ മട്ടിൽ അവളെ നോക്കുന്നു. ജഡ്ജിയുടെ മുഖത്ത് പോലുമുണ്ട് ആകാംക്ഷ. വൈജയന്തി മൗനമായി നിൽക്കുകയാണ്. നിങ്ങൾ കള്ളം പറയാനാണ് ആലോചിക്കുന്നതെങ്കിൽ ഞാൻ വേണ്ടത്ര തെളിവുകൾ ഇവിടെ ഹാജരാക്കും. നിങ്ങളുടെ സഹോദരന്മാരായ ഗംഗാധര മേനോനും നിങ്ങളുടെ കാമുകനായിരുന്ന സ്റ്റാൻലി ജോസഫും ഈ കോടതിയിൽ വന്നു ചേരും. എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ സ്റ്റാൻലിക്കൊപ്പം താമസിച്ചിരുന്നില്ലേ? അലീന, നിന്റെ അമ്മയ്ക്ക് മറുപടിയില്ല. അവളുടെ മുഖം പ്രേതത്തിന്റെ പോലെ. അവൾക്ക് വായി തുറക്കുവാൻ വയ്യ. നാവിറങ്ങിപ്പോയി. അവൾക്ക് ശരിക്കും ശ്വാസം കിട്ടുന്നില്ല. വിയർപ്പിൽ അവൾ കുതിരുകയാണ്. എനിക്കെല്ലാം കാണാം, മറ്റുള്ളവർക്കും കാണാം. അവളുടെ കണ്ണിലെ നീരാവി തട്ടി കണ്ണടയ്ക്ക് മങ്ങലുണ്ടായിട്ടുണ്ട്. അവളത് കയ്യിലെടുത്ത് തുടയ്ക്കുന്നു. വീണ്ടും മുഖത്തേക്ക് വെക്കുന്നു. ചുണ്ടുകൾ മുറുക്കി ഒന്നുകൂടി നിലത്തുറച്ചു നിൽക്കുന്നു. ധൈര്യം സംഭരിക്കുകയാണ്. അവൾ വീണ്ടും പറയുന്നു, ശരിയാണ്, അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. പക്ഷെ വളരെ ഗൗരവത്തിലാണ് അവളുടെ സംസാരം. അവളുടെ ശബ്ദത്തിന് വീര്യം പോരാ. അവളുടെ മുഖം മൂടി, അവളുടെ ധാർഷ്ട്യം, ധിക്കാരം, അഹന്ത എല്ലാം തീയേറ്റ മഞ്ഞുപാറ പോലെ ഉരുകിത്തുടങ്ങിയിരിക്കുന്നു. ഇനി അവൾക്ക് എവിടെയാണ് അടിത്തറ? ഇനി അവൾക്ക് എവിടെയാണ് പിടിവള്ളി? ഇനി അവൾക്ക് എവിടെയാണ് ആത്മാഭിമാനം? ഞാനപ്പോൾ വീണ്ടും പറയുകയാണ്, ഒരു സ്ത്രീയും പുരുഷനും, പ്രത്യേകിച്ച് കാമുകന്മാർ വിവാഹത്തിന് മുമ്പ് ഒന്നിച്ചു മാസങ്ങളോളം താമസിച്ചാൽ സ്ത്രീ ഗർഭിണിയാകാനുള്ള സാധ്യതയെപ്പറ്റി എൻ്റെ എതിർകക്ഷിയുടെ വക്കീലിന് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ചില കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തുവാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. യെസ്, യു ക്യാൻ പ്രൊസീഡ്. മേൽ പറഞ്ഞതുപോലെ മിസ്സിസ് വൈജയന്തി അവളുടെ കാമുകനിൽ നിന്നും ഗർഭിണിയാവുകയും വിവരമറിഞ്ഞെത്തിയ അവളുടെ സഹോദരന്മാർ സ്റ്റാൻലിയെയും വൈജയന്തിയെയും തമ്മിൽ വേർപിരിക്കുകയും പൂർണ്ണ ഗർഭിണിയായ വൈജയന്തിയെ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തുള്ള രാവുണ്ണി മേനോൻ എന്ന ഒരു ബന്ധുവിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നെയ്യാറ്റിൻകരയിലെ ഒരു സ്വകാര്യ നഴ്സിംഗ് ഹോമിൽ വെച്ച് വൈജയന്തി 24 വർഷത്തിന് മുൻപ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. 2 വർഷത്തിന് ശേഷം എല്ലാം മറച്ചുവെച്ച് കന്യക ചമഞ്ഞ് ബാലചന്ദ്രമേനോൻ എന്ന ഹതഭാഗ്യനെ അഥവാ എന്നെ വിവാഹം കഴിച്ചു. ഇത്രയും കാര്യങ്ങൾ പകൽ പോലെ സത്യമാണെന്നും എനിക്ക് തെളിയിക്കുവാൻ കഴിയുമെന്നും ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് ഉറപ്പ് നൽകുകയാണ്. ബാലചന്ദ്രമേനോന്റെ ശബ്ദം ആവേശം കൊണ്ട് വിറപൂണ്ടു. ഇപ്പോൾ അയാളാണ് ന്യായാധിപൻ എന്നുള്ള തോന്നലാണ് അയാളുടെ മുഖത്തുണ്ടായിരുന്നത്. ബാലചന്ദ്രമേനോൻ അലീനയുടെ മുഖത്ത് നോക്കി പറയുകയാണ്, അലീന, ഇപ്പോ കാണണം അവളുടെ മുഖം. ജീവനില്ല, അതൊരു ശവമാണ്, അനാഥപ്രേതം. അവളുടെ കണ്ണിന് കാഴ്ചയില്ല, ചെവിക്ക് കേൾവിശക്തിയില്ല, അവൾ ശ്വാസമെടുക്കുന്നില്ല. സീതാദേവിയെപ്പോലെ ഭൂമിക്കടിയിലേക്ക് താണുപോകുവാൻ കണ്ണടച്ച് നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുകയാണ്. നീ അവളുടെ രൂപം കണ്ടോ? ചിലന്തി വല പോലെ വെടിഞ്ഞു കീറിയിരിക്കുകയാണ്. കോടതി മുറിയിൽ മൊട്ടുസൂചി വീണാൽ കേൾക്കാം. തീർന്നില്ല. എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് ഒരു ചോദ്യം കൂടിയുണ്ട്. വിവാഹത്തിന് മുൻപ് വ്യഭിചരിക്കുകയും സദാചാര വിരുദ്ധമായി ജീവിക്കുകയും ദുർനടപ്പുകാരിയാണെന്നുള്ള സത്യം മറച്ചുവെച്ച് വിവാഹിതയാവുകയും ചെയ്ത ഈ സ്ത്രീയാണോ എന്നോട് അവിശ്വസ്തത കാണിച്ചത്? അതോ ഒരു ജോലിക്കാരിയെ വീട്ടിൽ നിർത്തി മകളെപ്പോലെ സംരക്ഷിച്ച താനാണോ? അലീന, കോടതിയും മൗനം പൂണ്ടിരിക്കുന്നു. സർവോത്കൃഷ്ടയായ ശ്രീമതി വൈജയന്തി, അതായത് നിനക്ക് ജന്മം തന്ന നിന്റെ അമ്മ, നിന്നിടത്ത് നിന്ന് ഉരുകുകയാണ്. അവൾക്കിനി എൻ്റെ മുഖത്തേക്ക് നോക്കണമെങ്കിൽ ഏതെല്ലാം പാപനാശിനികളിൽ പോയി കുളിക്കണം. തീർന്നില്ല, ഇനിയാണ്. ഇത്രയും നാൾ ഉഗ്രയക്ഷിണിയെപ്പോലെ വേഷം കെട്ടിയാടി അവളുടെ നെറുകയിൽ ഞാൻ അവസാനത്തെ ആണിയും കൂടി അടിക്കാൻ പോകുന്നത്. അലീന ബാലചന്ദ്രമേനോന്റെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കി. വികാരവിജൃംഭിതനായി, ഉന്മത്തനായി, പ്രതികാരരുദ്രനായി ഒന്നുകൂടി ആളിക്കത്തുവാൻ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് ബാലചന്ദ്രൻ. അയാൾ പറയുകയാണ്, ഞാൻ വീണ്ടും ആ കോടതിയുടെ മുഖത്ത് നോക്കി ഒന്നുകൂടി ഇങ്ങനെ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, ഈ നിൽക്കുന്ന പരട്ട വക്കീൽ എന്നോടൊരു ചോദ്യം ചോദിച്ചത് കോടതിയും കേട്ടതാണല്ലോ. അതായത് ഭാര്യയെ ഉപേക്ഷിച്ച് വീട്ടുവേലക്കാരിയെ സംരക്ഷിക്കാൻ തക്കവിധം അവൾ എൻ്റെ ആരാണെന്ന്. എൻ്റെ മകളല്ലെന്നും ഭാര്യയല്ലെന്നും കാമുകിയല്ലെന്നും വെപ്പാട്ടിയാണെന്നും ഞാൻ തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ശരിയാണ്, എൻ്റെ ആരുമല്ല. പക്ഷേ ഈ നിൽക്കുന്ന സ്ത്രീ, എന്നിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെടുന്ന എൻ്റെ എതിർകക്ഷി വൈജയന്തി എന്ന എൻ്റെ ഭാര്യ, 24 വർഷങ്ങൾക്ക് മുൻപ് പ്രസവിക്കുകയും അവരുടെ ബന്ധുക്കൾ കഴക്കൂട്ടത്തെ സ്നേഹനികേതനം എന്ന അനാഥാലയത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്ത പെൺകുഞ്ഞാണ് അലീന. ബാലചന്ദ്രന്റെ ആ പ്രഖ്യാപനം കേട്ട് അലീനയും ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. അയാൾ അലീനയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, അലീന, നീ വിഗ്രഹം തകർന്നുടയുന്നത് കണ്ടിട്ടുണ്ടോ? 100 ചീളുകളായി പൊട്ടിത്തകർന്ന് ചിതറി ദയ കിടക്കുന്നു. വൈജയന്തി, ഇനി അവളില്ല. വൈജയന്തി ഈസ് നോ മോർ. അലീന അനങ്ങിയില്ല. ബാലചന്ദ്രമേനോന്റെ മുഖം ചുട്ടുപഴുത്ത് ചുവന്നിരിക്കുന്നു. അയാൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. മേശമേൽ 2 കൈകളും ഊന്നി അയാൾ തളർന്നതുപോലെ നിന്നു.
അല്പം കഴിഞ്ഞ് അയാൾ മുഖമുയർത്തി അലീനയെ നോക്കി. അയാളുടെ കണ്ണുകൾ കുടിയൻ്റേതുപോലെ കലങ്ങി ചുവന്നിരിക്കുന്നു. നിനക്ക് വേണമെങ്കിൽ പോകാം, വേണമെങ്കിൽ നാളെ തന്നെ. അലീന ഒന്നും മിണ്ടാതെ മുറി വിട്ടിറങ്ങി. അവൾ മുൻപ് താമസിച്ചിരുന്ന മുറിയിലേക്ക് പോയി കുറെ കരഞ്ഞു. പിറ്റേന്ന് രാവിലെ ബാലചന്ദ്രമേനോൻ സിറ്റൗട്ടിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കെ അലീന അയാളെ സമീപിച്ചിട്ട് ചോദിക്കുകയാണ്, അച്ഛാ, ഞാൻ പൊയ്ക്കോട്ടെ? ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ബബിതയെ കൂടെ കൊണ്ടുപോയിക്കോട്ടെ. അതെന്തിനാണ് അച്ഛാ? അവൾക്ക് എൻ്റെ കൂടെ വരണം. അവൾക്ക് തന്നെ നിൽക്കാറായിട്ടില്ല. അലീന, എൻ്റെ മകൾ എൻ്റെ ഭാര്യയുടെ പൂർവ്വകാമുകന്റെ ചെലവിൽ കഴിയുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാനോ അച്ഛാ? ഹ, നീ അയാളുടെ മകനാണ്. അച്ഛൻ ഇങ്ങനെ ഗർവ് കാണിക്കരുത്. ബബിതയ്ക്ക് നല്ല കെയർ കിട്ടിയെങ്കിൽ മാത്രമേ അവളുടെ മനസ്സ് ശരിയാകൂ. അവളെ കുളത്തുപുഴയ്ക്ക് കൊണ്ടുപോയാൽ അവൾ അറിയില്ലേ നീ ആരാണെന്ന്? അവൾക്കതറിയാം അച്ഛാ. ബാലചന്ദ്രൻ കണ്ണിമയ്ക്കാതെ അലീനയെ നോക്കിക്കൊണ്ടിരുന്നു. അതിൽ നാനാർത്ഥങ്ങളുണ്ടായിരുന്നു. സോറി അച്ഛാ, എനിക്ക് അവളോടത് പറയേണ്ടി വന്നു. അവൾ ജീവിച്ചിരിക്കുക എന്നുള്ളതല്ലേ നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. മോളെ, നീ ബബിതയും കൊണ്ടുപോയാൽ കൃഷ്ണമോള് ഇവിടെ തനിച്ചായി പോവില്ലേ? അവൾ തൽക്കാലം ബോർഡിങ്ങിൽ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞച്ചാ. അവളുടെ സ്കൂളിൽ അതിനുള്ള സൗകര്യമുണ്ടല്ലോ. ബാലചന്ദ്രമേനോൻ ആലോചനയോടെ തലയാട്ടി. എന്നിട്ട് പറയുകയാണ്, പിന്നെ ഞാൻ മാത്രം എന്തിനാ ഇവിടെ? വീടടച്ചു പൂട്ടി എനിക്ക് ഷോപ്പിലേക്ക് താമസം മാറ്റാമല്ലോ. അലീന ഒന്നും മിണ്ടിയില്ല. നീ സ്റ്റാൻലിയോട് സംസാരിച്ചോ ബബിതയുടെ കാര്യം? ഇല്ല, സംസാരിക്കണം. എപ്പോ സംസാരിക്കും? എന്നു പോകാനാണ് പ്ലാൻ? നാളെയോ മറ്റന്നാളോ? ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കട്ടെ. ബാലചന്ദ്രമേനോൻ വീണ്ടും പത്രവായന തുടർന്നു. അന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി ഒരു കാർ കടപ്പാട്ടൂർ വീടിന്റെ വാതിക്കലെത്തി. വൈജയന്തിയായിരുന്നു ആ കാറിൽ. അവർ വാഹനത്തിൽ നിന്നും ഇറങ്ങി സിറ്റ് ഔട്ടിലേക്ക് കയറി. കോളിംഗ് ബെല്ല് കേട്ടുകൊണ്ട് അലീന വന്ന് വാതിൽ തുറന്നു. മുൻപിൽ വൈജയന്തി. അലീന പരിഭ്രമിച്ചുപോയി. അമ്മയുടെ തീപാറുന്ന നോട്ടം. മഴത്തോരും മുൻപേ എന്ന പരമ്പര വളരെ ആകാംക്ഷാഭരിതമായ ഉദ്വേഗം ജനിപ്പിക്കുന്ന നിമിഷങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ അടുത്ത എപ്പിസോഡ് കാണാൻ തീർച്ചയായിട്ടും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.